നമസ്കാരം. ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ വീട്ടിലുള്ള സ്വർണം സമീപത്തെ ധനകാര്യ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പണയം വയ്ക്കുന്നവരാണ് നമ്മളിൽ പലരും. വേഗത്തിൽ പണം ലഭിക്കും, അതുമാത്രമല്ല ക്രെഡിറ്റ് സ്കോർ ആവശ്യമില്ല, പലിശ നിരക്ക് വ്യക്തിഗത വായ്പയേക്കാൾ കുറവാണ്, വായ്പ തിരിച്ചടച്ചാൽ സ്വർണം തിരികെ ലഭിക്കും എന്നിവയെല്ലാമാണ് സ്വർണ്ണപ്പണയ വായ്പയുടെ പ്രധാന അനുകൂല ഘടകങ്ങൾ. ഇതുകൊണ്ടെല്ലാം തന്നെ ആളുകൾ സ്വർണ്ണ വായ്പ എടുക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ കടമെടുക്കൽ മാർഗമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ സ്വർണ്ണ വായ്പകൾ അടുത്തിടെ ഏകദേശം ഇരട്ടിയായി 1.7 ലക്ഷം കോടി കവിഞ്ഞു. രാജ്യത്തെ കുടുംബാംഗങ്ങൾ റെക്കോർഡ് തോതിൽ ആഭരണങ്ങൾ പണയം വയ്ക്കാൻ ആരംഭിച്ചതോടെ സ്വർണ്ണപ്പണയം ഏറ്റവും വേഗത്തിൽ വളരുന്ന ക്രെഡിറ്റ് രൂപങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പണയം അത്ര ഗുണകരമായ കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആവർത്തിച്ചുള്ള പണയവും തുടർച്ചയായ പലിശ തിരിച്ചടവും നിങ്ങളുടെ സമ്പദ് ക്രമേണ ഇല്ലാതാക്കുന്നതിന് ഒരു പ്രധാന കാരണമാകുന്നു. ഒരു താത്കാലിക പരിഹാരമായി തുടങ്ങുന്നത് പലപ്പോഴും ആഭരണങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിനും അതോടൊപ്പം കുടുംബത്തിൻ്റെ വിശ്വാസവും സുരക്ഷിതത്വവും അപ്രതീക്ഷിതമാകുന്നതിനും ഇടയാകുന്നുണ്ട്. ആഭരണങ്ങൾ ഈടായി നൽകുന്നതിനാൽ വായ്പ നൽകുന്നവർക്ക് റിസ്ക് കുറവാണ്. അതിനാൽ തന്നെ വേഗത്തിൽ പണവും ന്യായമായ പലിശ നിരക്കും ലഭിക്കുമെന്നായിരിക്കും ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രധാന വാഗ്ദാനം. സ്വർണ്ണ വായ്പകൾ എന്തുകൊണ്ട് സുരക്ഷിതമല്ല എന്ന് ചോദിച്ചാൽ, തിരിച്ചടവ് പൂർത്തിയാക്കിയാൽ സ്വർണം തിരികെ ലഭിക്കുമെന്ന് കുടുംബങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ കണക്കുകൾ പറയുന്നത് മറ്റൊരു കഥയാണ്. ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണ്ണ വായ്പകൾക്ക് 9% മുതൽ 20% വരെ പലിശ ഈടാക്കുന്നുണ്ട്. പലിശ വ്യക്തിഗത വായ്പയേക്കാൾ കുറവാണ് എന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ കാലക്രമേണ പലിശ കൂടി വരുന്നത് ആരും ശ്രദ്ധിക്കാറില്ല. ഒരേ ആഭരണങ്ങൾ ഉപയോഗിച്ച് വായ്പ പുതുക്കുകയോ പുതിയ വായ്പകൾ എടുക്കുകയോ ചെയ്യുമ്പോൾ പലിശ തുക ആഭരണത്തിൻ്റെ മൂല്യത്തിന് തുല്യമോ അതിലും കൂടുതലോ ആകാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം പതുങ്ങിയിരിക്കുന്നത്. പല കുടുംബാംഗങ്ങളും താത്കാലികമായി പലിശ മാത്രം തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ മുതൽ മാത്രം അവിടെ അവശേഷിക്കുന്നു. വായ്പ കാലാവധി അവസാനിക്കുമ്പോൾ ആഭരണങ്ങൾ തിരികെ വാങ്ങാൻ ആവശ്യമായ പണമുണ്ടാകില്ല. അതിനാൽ വായ്പ പുതുക്കുകയോ മറ്റൊരു ആഭരണം കൂടി പണയം വയ്ക്കുകയോ ചെയ്യുന്നു. ഇതിങ്ങനെ തുടർന്നു പോകുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. RBI കണക്കുകൾ പ്രകാരം സ്വർണ്ണ വായ്പകളിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ഏതാണ്ട് 0-ന് അടുത്താണ്. ഇതിനർത്ഥം തിരിച്ചടവ് സാധ്യമാകാതെ വരുമ്പോൾ വായ്പ നൽകുന്നവർ ആഭരണങ്ങൾ ലേലം ചെയ്ത് പണം ഈടാക്കുന്നു. മറുവശത്ത് ആഭരണം പൂർണ്ണമായി ഉപഭോക്താവിന് നഷ്ടമാകുന്നു. ചുരുക്കത്തിൽ വർഷങ്ങളുടെ സമ്പാദ്യം, കുടുംബത്തിൻ്റെ പാരമ്പര്യ ആഭരണങ്ങൾ അല്ലെങ്കിൽ വിവാഹ ആഭരണങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ലേലത്തിൽ അപ്രതീക്ഷിതമായി പോകുന്നു. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും സ്വർണ്ണപ്പണയം പൂർണ്ണമായും ഒഴിവാക്കാൻ പലർക്കും പറ്റിയെന്ന് വരില്ല. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് സ്കൂൾ ഫീസ്, ഗ്രോസറി, വാടക അല്ലെങ്കിൽ വീട്ടുചെലവുകൾ പോലുള്ള പ്രതിമാസ ചെലവുകൾക്കായി സ്വർണ്ണ വായ്പ എടുക്കുന്നത് കഴിവതും ഒഴിവാക്കണം. ഇത്തരം ആവശ്യങ്ങൾക്ക് വായ്പ എടുത്താൽ അത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരും. പലിശ കൂടുകയും മറ്റൊരു ആഭരണം പണയം വെക്കേണ്ടി വരും. ചെറുകിട വ്യവസായികൾ അടുത്ത സീസണിലെ വിൽപ്പനയെ ആശ്രയിച്ച് വായ്പ എടുക്കുന്നത് അപകടകരമാണ്. വിൽപ്പന പ്രതീക്ഷിച്ചതിലും കുറഞ്ഞാൽ വായ്പ പുതുക്കേണ്ടി വരും. പലിശ ഭാരം കൂടുതലായി വർദ്ധിക്കും. ഓഹരി വിപണിയിലോ ട്രേഡിങ്ങിലോ മറ്റൊരു ബിസിനസ്സിലോ സ്വർണം വെച്ച് നിക്ഷേപിക്കുന്നത് അതീവ റിസ്ക്കാണ്. നിക്ഷേപം പരാജയപ്പെട്ടാൽ നഷ്ടം പണം മാത്രമല്ല, കുടുംബത്തിൻ്റെ സമ്പത്താണ് പോകുന്നത്. പെട്ടെന്നുള്ള മെഡിക്കൽ എമർജൻസി, മണിക്കൂറുകൾക്കുള്ളിൽ പണം ആവശ്യമുള്ള സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് സ്വർണ്ണ വായ്പ ഒരു ജീവൻ രക്ഷാമാർഗമാണ്. ഒരു മാസത്തിനുള്ളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർ ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹ്രസ്വകാല പണലഭ്യത പ്രശ്നത്തിന് സ്വർണ്ണ വായ്പ ഉപയോഗിക്കാം. എന്നാൽ പണം ലഭിച്ച ഉടൻ വായ്പ അടച്ചു തീർക്കണം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.